അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട വണ്ടിയുടെ ലെവൽ മാറിയിട്ടാ, പെർഫോമൻസ് ലെവലിൽ ഒരു രക്ഷയില്ല ഇപ്പോൾ. ആൾ വെറുതെ പെശകാണ്. ഞാനത് കാണിച്ചു തരാം എന്തൊക്കെ ചെയ്തേക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ ചെയ്ത സംഭവം എന്ന് വെച്ചാൽ ബ്രാസ് വെയിറ്റ് ആണ് കേട്ടോ. ബ്രാസ് വെയിറ്റ് കയറ്റി കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിയുടെ ലെവൽ അങ്ങോട്ട് മാറി. അത്യാവശ്യം ആൾ ഇത് കണ്ട ഫുള്ള് നോക്കിൽ ഫുള്ള് ബ്രാസ് വെയിറ്റ് ആയിട്ട് അതിൻ്റെ തിക്നെസ് ഉണ്ട്. ബ്രാസിൻ്റെ നല്ല വെയിറ്റാണ് സംഭവം. പിന്നെ ബാക്കിലും അത്ര തന്നെ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ 4 സൈഡും ഉണ്ട്. അത് ഒരു ഏകദേശം ടോട്ടൽ വെയിറ്റ് ഒരു 300 എബോ ഉണ്ട് അതിൻ്റെ ബ്രാസിൻ്റെ വെയിറ്റ് വന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ചെയ്തിട്ടുള്ള വേറെ സംഭവം കൂടി ഉണ്ട്, അതുകൂടി കാണിച്ചു തരാം. അല്ലെങ്കിൽ വണ്ടിയുടെ ഓരോ ടയറിനകത്ത്, അതായത് ബെഡ് ലോക്ക് ടയർ റിമ്മിൻ്റെ അകത്ത് നമ്മൾ ബ്രാസ് വെയിറ്റ് കയറ്റിയിട്ടുണ്ട്. ഇത് 12 mm തിക്നെസ് ഉള്ള വെയിറ്റാണ് സംഭവം. അപ്പോൾ ഇതിന് ഇപ്പോൾ ടോട്ടലായിട്ട് വണ്ടിയിൽ ബ്രാസ് വെയിറ്റ് മാത്രം നമ്മൾ കയറ്റി ചെയ്തിട്ടുള്ളത് ഒരു 750 gram എബോ ഉണ്ട്. അപ്പോൾ അത് ഇത്രയും വെയിറ്റ് കയറാനുള്ളൊരു റീസൺ ഉണ്ട് അതിന്. അതായത് വണ്ടിയുടെ ഈ ഫ്രെയിം, അതായത് LCG ലെവലിൽ നമ്മൾ ചെയ്യുമ്പോൾ വണ്ടിയുടെ ലോവർ ലെവലിൽ എപ്പോഴും ബാലൻസിങ് കൂടുതലായിരിക്കണം, ടോപ്പ് ലെവലിൽ കുറവായിരിക്കണം. അല്ലെങ്കിൽ വണ്ടിക്ക് എപ്പോഴും ടോപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ക്രൗൾ ചെയ്യാൻ നേരത്ത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്ന സെറ്റപ്പ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചെയ്തത്. അതായത് ബോഡിയുടെ വെയിറ്റ് ഇവിടെ മെറ്റൽ ഫ്രെയിം ആയത്. പിന്നെ ഇപ്പോൾ മാക്സിമം അതിൻ്റെ ഒരു ബൂസ്റ്റിംഗ് ലെവലിൽ എത്തിയിട്ടുണ്ട്. വണ്ടി ഹൈ എൻഡ് പെർഫോമൻസിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ കയ്യിൽ. പിന്നെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം കോമ്പറ്റീഷനൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്ത അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. ഏതെങ്കിലും കോമ്പറ്റീഷൻ വന്നാൽ നൈസായിട്ട് നമുക്കൊന്ന് പരിപാടി ചെയ്ത് നോക്കാം വെറുതെ. അങ്ങനത്തെ ഒരു മൂഡിലേക്കണേ. പിന്നെ ഇതിൻ്റെ അപ്ഗ്രേഡ് കൂടി ചെയ്തിട്ടുണ്ട്. ആ അപ്ഗ്രേഡ് എന്തൊക്കെയെന്ന് ഒന്ന് പതിയെ പറഞ്ഞുതരാം. ഓക്കെ, ശരി എന്നാൽ അപ്പോൾ അടുത്ത വീഡിയോ കാണാം.